കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. നമ്മുടെ കടലമാവ് വെച്ചുള്ള ഒരു കറിയാണ്, ബേസൻ വെച്ചുള്ള ഒരു കറിയാണ് കേട്ടോ. അതിനുവേണ്ടി ഞാൻ കൂടുതലും സ്പ്രിംഗ് ഒണിയനാണ് എടുത്തിട്ടുള്ളത്. ഇലയുള്ള ഉള്ളിയുടെ ഇലയില്ലേ, അത് വെച്ചാണ് ഞാൻ കടുവൊക്കെ വറക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ സവാള ഉള്ളി ആയാലും മതി കേട്ടോ. ഈ സ്പ്രിംഗ് ഒണിയൻ്റെ ഉള്ളിയാണിത് കേട്ടോ. ഇവിടെ ഡിസംബർ സമയത്തൊക്കെ ഇത് കൂടുതൽ അവൈലബിൾ ആണ്. തണുപ്പ് തുടങ്ങുമ്പം ഇല വെച്ചുള്ള ഇതും കിട്ടും കേട്ടോ. മീറ്റി ബാജി ഇതൊക്കെ ഇവിടെ കൂടുതലായിട്ട് അവൈലബിൾ ആണ്. ഇതിൻ്റെ കൂടെ നമുക്ക് മല്ലിയിലയും കൂടി ഇടാം. പിന്നെ കുറച്ച് പച്ചമുളകും വെളുത്തുള്ളി കൂടെ നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ. പിന്നെ ഒരു പാൻ വെച്ചിട്ട് പാൻ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരു ബ്രൗൺ കളർ ആവണം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒണിയനില്ലേ, അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ സവാള ആയാലും മതി കേട്ടോ. അതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇത് നല്ലപോലെ ഒന്ന് ഉടഞ്ഞു വരണം കേട്ടോ. നമുക്ക് വീട്ടിൽ കറി വയ്ക്കാനൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലതാണ് കേട്ടോ. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഇവിടെ ആൾക്കാർ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കറിയാണ് കേട്ടോ. അതിനുശേഷം കുറച്ച് കടലമാവ് നമ്മൾ ഇതുപോലൊരു പാത്രത്തിലെടുക്കാം. അതിനുശേഷം അതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്കതിങ്ങനെ കലക്കിയെടുക്കാം കേട്ടോ. കട്ടയൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് ഒന്ന് കലക്കിയെടുക്കാം. എളുപ്പമാണ് കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു വട്ടമെങ്കിലും. എന്നിട്ട് നമുക്ക് ഇത് ആ ചട്ടിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ വെള്ളം ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് ഒത്തിരി കട്ടിയാവും. അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നല്ലതുപോലെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ നല്ലതുപോലെ തിക്കാവും കേട്ടോ. ഇത് ഇത്രയേ ഉള്ളൂ. നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമുക്കിനി കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം. കടലമാവ് ഒന്ന് വേവണമല്ലോ, അതിന് വേണ്ടി ഒന്ന് അടച്ച് വെക്കാം. ഇതുപോലെ നല്ല ഒത്തിരി തിക്കായിട്ട് വരുന്നത് കേട്ടോ. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കെല്ലാം അറിയാവുന്നതായിരിക്കും. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.